കരിയറിൽ ഏറെ പ്രതീക്ഷയോടെത്തിയ ആക്ഷൻ ചിത്രവും തകർന്നതിന്റെ നിരാശയിൽ നിൽക്കുന്ന ജയറാം ആരാധകർക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നതാണ് അച്ചായൻസിന്റെ ട്രെയിലർ. ആടുപുലിയാട്ടത്തിന്റെ വിജയത്തിന് ശേഷം കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ ട്രെയിലർ പുറത്തിറങ്ങി. ആടുപുലിയാട്ടത്തിന്റെ വിജയം അച്ചായൻസിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജയറാം ആരാധകർ. സത്യയുടെ പരാജയം ജയറാമിന്റെ കരിയറിൽ കനത്ത വെല്ലുവിളി ഉയർത്തും. അതിനെ മറികടക്കാൻ അച്ചായൻസിന് സാധിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ് ഈ ട്രെയിലർ. ചിത്രം ഒരു സ്റ്റൈലിഷ് ക്രൈം ത്രില്ലർ ആണെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. പ്രകാശ് രാജും ജയറാമിനൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിലാണ് ഇതിലെത്തുന്നത്. അമല പോൾ ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അമലയുടെ ഗെറ്റപ്പ് തന്നെ വളരെ വ്യത്യസ്തമാണ് ഈ ചിത്രത്തിൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു അച്ചായന്മാരുടെ കഥയാണ്. 4 നായകന്മാരാണ് ഈ ചിത്രത്തിലുള്ളത്. ജയറാം, ആദിൽ, സഞ്ജു, ഉണ്ണി മുകുന്ദൻ എന്നിവരാണത്. ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത സിനിമയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ നായകന്മാര് തന്നെ പ്രതിനായകന്മാരാകുന്നു എന്നതാണ്. സീനിയേഴ്സ് എന്ന ചിത്രത്തിലെ നായിക പ്രതിനായക സ്ഥിതി അച്ചായൻസിൽ നമുക്ക് കാണാം. അതിന്റെ സൂചനകൾ നൽകുന്നുണ്ട് ഈ ട്രെയിലറിൽ. ജയറാമിന്റെ ഏറ്റവും വിജയം നേടിയ അച്ചായൻ കഥാപാത്രമാണ് റോയി എന്നത്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, മനസ്സിനക്കര തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ആവർത്തിച്ച അതേ പേര് തന്നെയാണ് അച്ചായൻസിലെ കഥാപാത്രത്തിനും ജയറാമിന്. നേരത്തെ ചെയ്തിട്ടുള്ള റോയി കഥാപാത്രങ്ങളുടെ വിജയം അച്ചായൻസും നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ണി മുകുന്ദൻ പിന്നണി ഗായകനായി അരങ്ങേറുന്ന ചിത്രം കൂടിയാണ് അച്ചായൻസ്. ഉണ്ണി പാടിയ അരികിൽ പതിയെ എന്ന് തുടങ്ങുന്ന ഗാനം ഇതിനകം വളരെ ഹിറ്റായി കഴിഞ്ഞു. രതീഷ് വേഗയാണ് ചിത്രത്തിന്റെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 7 വർഷങ്ങൾക്ക് ശേഷം പ്രകാശ് രാജ് മലയാളത്തിലേക്ക് എത്തുന്ന ചിത്രം കൂടിയാണ് അച്ചായൻ. ഇതൊരു വെറും ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന മൂവിയല്ല, ഫൺ ഫിൽഡ് ത്രില്ലർ എന്നൊരു സ്പെഷ്യൽ കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്.